മാക്ഫ്ലക്നോയിൽ അഗസ്റ്റാന്ന് ഉള്ള ആ ഒരു റെഫറൻസ് വരുന്നുണ്ടല്ലോ, അത് ഏത് സിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഹലോ എവ്രി വൺ, എല്ലാ കൂട്ടുകാർക്കും എൻട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സെറ്റ് ഇംഗ്ലീഷ് എങ്ങനെ സെറ്റ് ആക്കാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ സെറ്റ് ഇംഗ്ലീഷിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും നോക്കി പോകേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്കസ് പോയിന്റുകളാണ്, ഫോക്കസ് ഏരിയാസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ ആൻഡ് ഐ എം ഹിയർ ശ്വേത അലോങ് വിത്ത് യു. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, സെറ്റ് ഇംഗ്ലീഷിന്റെ സിലബസ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആണ് അല്ലെ. അപ്പം അതില് ഏതാണ്ട് 22% ഭാഗം ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം റിലേറ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ് വരുന്നത്. അതിലാണ് ന്യൂ ക്രിറ്റിസിസം, സ്ട്രക്ചറലിസം, മാർക്സിസം, ഫെമിനിസം, പോസ്റ്റ് കൊളോണിയലിസം, സൈക്കോ അനാലിസിസ് പോലെയുള്ള ഏരിയാസ് വരുന്നത്. അപ്പം ഈ ഭാഗങ്ങൾ നിർബന്ധമായും നമ്മൾ പഠിച്ചു പോകേണ്ടതാണ് വെൻ ഇറ്റ് കംസ് ടു സെറ്റ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പം ഈ തിയറീസ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഓക്കെ, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. തിയറീസ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. സോ ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം ഈസ് വൺ ഓഫ് ദ മെയിൻ ടോപ്പിക്സ് വെൻ ഇറ്റ് കംസ് ടു സെറ്റ് ഇംഗ്ലീഷ്. ഓക്കെ, അതുപോലെ സിലബസിന്റെ 30% കവർ ചെയ്യുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണ്. സോ റിനൈസൻസ് മുതൽ മോഡേണിസം വരെ വരുന്ന ഭാഗങ്ങൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ വരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവയാണ്. അതിലാണ് ലൈക്ക് നോവൽസ്, പോയട്രി, ഡ്രാമ റിലേറ്റഡ് ആയിട്ടുള്ള റെഫറൻസസ് ഒക്കെ വരുന്നത്. സോ നോവൽസും അതിന്റെ ഓത്തേഴ്സും അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൈറ്റിംഗ്സ് അല്ലെ, അതിന്റെ ഓത്തേഴ്സ് ഒക്കെ നമുക്ക് ഫെമിലറൈസ് ആയിരിക്കണം. ഓക്കെ, സോ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സെഗ്മെന്റ് ആണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ. നൗ കംസ് വേൾഡ് ആൻഡ് ഇന്ത്യൻ ലിറ്ററേച്ചർ. അത് ഏതാണ്ട് സിലബസിന്റെ 12% കവർ ചെയ്യുന്ന രീതിക്കാണ് വരുന്നത്. ഓക്കെ, അമേരിക്കൻ ലിറ്ററേച്ചറും കോമൺവെൽത്ത് ലിറ്ററേച്ചർ, ആഫ്രിക്കൻ, ദളിത്, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് പോലെയുള്ള ഭാഗങ്ങളാണ് ഈ ഒരു ഭാഗത്ത് കവർ ചെയ്തിട്ടുള്ളത്. സോ അതും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. നൗ കംസ് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ലാംഗ്വേജ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സെഗ്മെന്റ് എന്ന് പറയാവുന്നത് ഇതാണ്. ഓക്കെ, ഫൊണോളജി, മോർഫോളജി, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ്, സെമാന്റിക്സ്, സിൻടാക്സ് പോലെയുള്ള ആ ഒരു ലൈക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഓക്കെ ആ ഒരു ലൈക്ക് ഇവല്യൂഷൻ, അതിന്റെ ഒരു ഹിസ്റ്ററി പഠിക്കുന്ന ഒരു ഭാഗമാണത്. സോ കൃത്യമായി നോക്കി പോകേണ്ട മറ്റൊരു ഭാഗം എന്ന് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ലാംഗ്വേജ് ആണ്. നൗ കംസ് ലാംഗ്വേജ് ടീച്ചിങ്. ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സെഗ്മെന്റ് ELT ആണ്. 10% ഭാഗങ്ങളാണ് സിലബസിന്റെ ഈ ഒരു ലൈക്ക് ടോപ്പിക്കിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. ഇതിലാണ് ഡിഫറെന്റ് മെത്തേഡ്സ് കമ്മിങ് വെൻ ഇറ്റ് കംസ് ടു ലാംഗ്വേജ് ടീച്ചിങ്. അതുപോലെ തിയറീസ്, ഇവാലുവേഷൻ, കോൾ എന്നുള്ള കോൺസെപ്റ്റ്, ബ്ലൂംസ് ടാക്സോണമി പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ലാംഗ്വേജ് ടീച്ചിങ്ങിന്റെ ഭാഗത്താണ്. ഓക്കെ, നൗ കംസ് ഇന്ത്യൻ പോയറ്റിക്സ്. ഇന്ത്യൻ പോയറ്റിക്സ് ശരിക്കും പറഞ്ഞാൽ 6ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് തന്നിരിക്കുന്ന അവസാനത്തെ 2 ചാപ്റ്റേഴ്സിൽ ഒതുങ്ങി നിൽക്കുന്നു. പക്ഷേ നമുക്ക് തീർച്ചയായും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഭാഗമാണത്. ഓക്കെ, ഇന്ത്യൻ പോയറ്റിക്സ്. അതിൽ അലങ്കാര, രസ, ധ്വനി, അതുപോലെ സാൻസ്ക്രിറ്റ് ക്രിട്ടിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ടെർമിനോളജി ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് വെൻ ഇറ്റ് കംസ് ടു സെറ്റ് ഇംഗ്ലീഷ് സിലബസ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഹയസ്റ്റ് സ്കോറിംഗ് ഏരിയ എന്നുള്ള രീതിക്ക് തന്നെ നമുക്ക് ഈ ഒരു ഭാഗം പറയാനായിട്ട് പറ്റും. സോ ഇവിടെ നമ്മൾ ഏതാനും പേരുകളും അതുപോലെ കോൺസെപ്റ്റ്സും അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കോൺസെപ്റ്റ്സും ആണ് തീർച്ചയായും മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ന്യൂ ക്രിറ്റിസിസം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അവിടെ ഓർക്കേണ്ടത് അയ്യർ റിച്ചാർഡ്സിനെ കുറിച്ച് ഓർക്കണം അല്ലെ, വിംസാറ്റ് ആൻഡ് ബിയേർഡ്സ്ലി ഓർക്കണം, ഇന്റൻഷണൽ ഫാലസി, എഫക്റ്റീവ് ഫാലസി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലോസ് റീഡിംഗ് പോലെയുള്ള ടേംസ് ഒക്കെ നമ്മൾ അവിടെ ഓർക്കണം. ഓക്കെ, അപ്പൊ ന്യൂ ക്രിറ്റിസിസം റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ട തിയറിസ്റ്റുകൾ ആരൊക്കെ, കോൺസെപ്റ്റ്സുകൾ ആരൊക്കെ എന്നുള്ളത് കൃത്യമായി നമ്മൾ നോട്ട് ചെയ്യണം. ഓക്കെ, അതുപോലെ സ്ട്രക്ചറലിസം വരുമ്പോൾ സോഷർ ആണ് അല്ലെ, ഇവിടെ ലാങ് ആൻഡ് പരോൾ ആണ് വരുന്നത് അല്ലെ, സിഗ്നിഫയറും സിഗ്നിഫൈഡും വരുന്നു. അതെ, അതുപോലെ പാരാഡിഗ്മാറ്റിക്കും സിന്റാഗ്മാറ്റിക്കും ആക്സിസ് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പാരാഡിഗ്മാറ്റിക് ആക്സിസ്, സിന്റാഗ്മാറ്റിക് ആക്സിസ്, സിഗ്നിഫയർ, സിഗ്നിഫൈഡ്, ലാങ്, പരോൾ, സോഷർ ഒക്കെ സ്ട്രക്ചറലിസം റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്.
അതുപോലെ പോസ്റ്റ് സ്ട്രക്ചറലിസം വരുമ്പോഴോ അവിടെ ദരിത വരുന്നുണ്ട് അല്ലെ, സാഗ് ദരിത വരുന്നുണ്ട്, ആളുടെ ലോഗോ സെൻട്രിസം വരുന്നുണ്ട്, ഡിഫറൻസ് വരുന്നുണ്ട് അല്ലെ, അതുപോലെ റൊളാൻ ബാത്സ് വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡെത്ത് ഓഫ് ദ ഓതർ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഓരോ ലിറ്റററി തിയറി റിലേറ്റഡ് ആയിട്ട് വരുന്ന തിയറിസ്റ്റുകളും അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ആ ഒരു തിയറി റിലേറ്റഡ് ആയിട്ട് വരുന്ന കോൺസെപ്റ്റുകളും കൃത്യമായും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ സൈക്കോ അനാലിസിസ് കേൾക്കുമ്പോൾ നമുക്ക് ആരെയും ഓർമ്മ വരിക? സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ് അല്ലെ. ആളുടെ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, ആ ഒരു ഡിവിഷൻസ് നമുക്ക് ഓർമ്മ വരും അല്ലെ. അതുപോലെ ജാക്ക് ലക്കാനെ ഓർമ്മ വരും അല്ലെ. അൺകോൺഷ്യസ് സ്ട്രക്ചേർഡ് ലൈക്ക് എ ലാംഗ്വേജ് അല്ലെ. അൺകോൺഷ്യസ് എന്ന് പറയുന്നത് ലാംഗ്വേജിനെ പോലെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഓർമ്മ വരും അല്ലെ. അതുപോലെ റീഡർ റെസ്പോൺസ് കേൾക്കുമ്പോൾ ആരുടെ പേരാണ് നമുക്ക് ഓർമ്മ വരിക? ഇറ്റ് ഈസ് സ്റ്റാൻലി ഫിഷ് അല്ലെ. സ്റ്റാൻലി ഫിഷിനെ നമുക്ക് ഓർമ്മ വരും. എഫക്റ്റീവ് സ്റ്റൈലിസ്റ്റിക്സ് അല്ലെ. അതുപോലെ ജാസ് ആൻഡ് ഇഷർ, റിസപ്ഷൻ തിയറി ഒക്കെ റീഡർ റെസ്പോൺസ് തിയറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അതുപോലെ മാർക്സിസ്റ്റ് ക്രിറ്റിസിസം എടുക്കുവാണെങ്കിലോ അവിടെ നമ്മൾ അൽത്തൂസറിനെ ഓർക്കും അല്ലെ, ഐഡിയോളജി എന്നുള്ള കോൺസെപ്റ്റ് ഓർക്കും, ഗ്രാംസ്കിയെ ഓർക്കും അല്ലെ, അന്റോണിയോ ഗ്രാംസ്കിയെ ഓർക്കും, ഹെജുമണി എന്നുള്ള കോൺസെപ്റ്റ് ഓർക്കും അല്ലെ, ഫ്രാങ്ക്ഫർട്ട് സ്കൂള്, അഡോണോ, ഹൊക്കേമ, ഇവരൊക്കെ മാർക്സിസ്റ്റ് ക്രിറ്റിസിസവുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളത് നമ്മൾ ഓർക്കും അല്ലെ. ഇനി ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം വരുമ്പോഴോ അവിടെ വോൾട്ടറെയാണ് നമ്മൾ ആദ്യം ഓർക്കുക അല്ലെ. ഗൈനോ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെ, ജൂഡിത്ത് ബട്ട്ലറെ നമ്മൾ ഓർക്കും, ജെൻഡർ ട്രബിൾ എന്നുള്ള അദ്ദേഹത്തിന്റെ വർക്ക് അല്ലെ, അവരുടെ വർക്ക്. അതുപോലെ മില്ലറ്റിന്റെ സെക്ഷൽ പൊളിറ്റിക്സ്, അതുപോലെ ലൈക് ഗ്രീറിന്റെ ഫീമെയിൽ ന്യൂജ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ എവിടെ വരുന്നതാണ്? ഫെമിനിസ്റ്റ് ക്രിറ്റിസിസവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി പോസ്റ്റ് കൊളോണിയൽ തിയറിയിലോട്ട് പോകുന്ന സമയത്ത് അവിടെ വരുന്നത് എഡ്വേർഡ് സെയ്ദ് ആണ് അല്ലെ. സെയ്ദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ഓറിയന്റലിസം ആണ്. അതുപോലെ ഗായത്രി സ്പിവാക് അല്ലെ, അവരുടെ ക്യാൻ ദ സബോൾട്ടേൺ സ്പീക്ക് എന്ന് പറയുന്ന എസ്സേ, അതുപോലെ ഹൊമിക്കെ ബാബ ആളുടെ നേഷൻ ആൻഡ് നറേഷൻ എന്ന് പറയുന്ന വർക്ക്, ഇതൊക്കെ പോസ്റ്റ് കൊളോണിയൽ തിയറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി എക്കോ ക്രിറ്റിസിസത്തിലോട്ട് പോകുന്ന സമയത്ത് എക്കോ ക്രിറ്റിസിസം റീഡർ എന്ന് പറയുന്ന 1996 വരുന്ന ആ ഒരു ലൈക് മാഗസീൻ അല്ലെ, അതുപോലെ ഗ്ലോട്ട്ഫെൽറ്റി, അതുപോലെ ഫ്രോം, വന്ദന ശിവ, അവരുടെ സ്റ്റേയിങ് അലൈവ് എന്ന് പറയുന്ന വർക്ക്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതുപോലെ കൾച്ചറൽ സ്റ്റഡീസിലോട്ട് പോകുമ്പോൾ റേമണ്ട് വില്യംസ് അദ്ദേഹത്തിന്റെ കൾച്ചർ ഇസ് ഓർഡിനറി എന്നുള്ള കോൺസെപ്റ്റ്, ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഓരോ തിയറി എടുക്കുക, ആ തിയറി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിസ്റ്റുകൾ ആരൊക്കെയാണ് എന്നുള്ളത് നോക്കുക, അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആ തിയറി റിലേറ്റഡ് ആയിട്ട് വരുന്ന കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ടത് പഠിച്ചു പോവുക. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഭാഗം കൃത്യമായിട്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ഓരോ തിയറിസ്റ്റുകളും കൊണ്ടുവന്ന ആ തിയറി, അതിന്റെ എസെൻസ് എന്താണ്, ക്രക്സ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി ഈ ലിറ്റററി തിയറി റിലേറ്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്സ് ഉണ്ട്. ആ ബുക്സും അതുപോലെ അതിന്റെ ഓതേഴ്സും ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ബെറ്റി ഫ്രീഡന്റെ ദ ഫെമിനീൻ മിസ്റ്റീക്ക് എന്ന് പറയുന്ന ഒരു ലൈക്ക് വർക്ക് ഉണ്ട്. അതുപോലെ എഡ്വേർഡ് സെയ്ദിന്റെ ഓറിയന്റലിസം. ഓക്കെ, അതുപോലെ ദരീദയുടെ ലൈക്ക് ഡി ലാ ഗ്രാമറ്റോളജി എന്ന് പറയുന്ന ആ ഒരു വർക്ക്, അത് ആക്ച്വലി ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഗായത്രി സ്പിവാക് ആണ്. അതുപോലെ ജൂഡിത്ത് ബട്ട്ലറിന്റെ ജെൻഡർ ട്രബിൾ, അതുപോലെ ഹോമിക്കെ ബാബയുടെ നേഷൻ ആൻഡ് നറേഷൻ, ആനന്ദവർദ്ധനയുടെ ധ്വന്യലോക. ഓക്കെ, ധ്വന്യലോക. അതുപോലെ കേറ്റ് മില്ലറ്റിന്റെ സെക്ഷൽ പൊളിറ്റിക്സ്, ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു നെയിമാണിത് കേട്ടോ, കേറ്റ് മില്ലറ്റ്. ഓക്കെ, സെക്ഷൽ പൊളിറ്റിക്സ്. അതുപോലെ നോർത്രോപ്പ് ഫ്രൈഡ് അനാട്ടമി ഓഫ് ക്രിറ്റിസിസം. ദെൻ വക്രോക്തി ജീവിത എന്ന് പറയുന്ന കുണ്ടകാസ് വർക്ക്. ഓക്കെ, വക്രോക്തി ജീവിത. അതുപോലെ ജെർമൈൻ ഗ്രീനിന്റെ ഫീമെയിൽ ന്യൂജ്. അതുപോലെ ഫ്രാൻസ് ഫാനന്റെ ദ റെച്ചഡ് ഓഫ് ദ എർത്ത്. ഇതിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യം, ഈ ഫ്രാൻസ് ഫാനിന്റെ ദ റെച്ചഡ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന ആ ഒരു വർക്കിന് പ്രിഫേസ് എഴുതിയത് ആര് എന്നുള്ളതാണ്. അത് ജീൻ പോൾ സാത്രയാണ്. അപ്പൊ ഇത്തരത്തില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അതുപോലെ എക്കോ ക്രിറ്റിസിസം റീഡർ റിലേറ്റഡ് ആയിട്ട് വരുന്ന രണ്ട് പേരുകൾ, ഒന്ന് ഗ്ലോട്ട്ഫെൽറ്റിയും അതുപോലെ ഫ്രോമും ആണ്. ഓക്കെ, 1996 അതിന്റെ പബ്ലിഷിംഗ് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലോട്ട് പോകുന്നു. അപ്പൊ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പെരീറ്റ്സ് അറിയണം, ഓതേഴ്സിനെ അറിയണം, അതുപോലെ അവരുടെ വർക്ക്സിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് അറിയണം. ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരത്തിലാണ് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ട് വരുന്ന പെരീറ്റ്സും ഓതേഴ്സും വർക്ക്സിൽ വരുന്ന ക്യാരക്ടേഴ്സും. അപ്പൊ നമുക്ക്
ലൈക്ക് ഓരോ പീരീഡ്സും ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എടുക്കുന്ന സമയത്ത് ഓരോ പീരീഡ്സും ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നോക്കാം. അതിന്റെ ഒരു ഐഡിയ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാവണം. ഓക്കെ, ഓൾഡ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്. അത് 400 to 1485 എന്നുള്ള ആ ഒരു ടൈം പീരീഡിലാണ് വരുന്നത് അല്ലെ. അവിടെ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണ്? ബിയോൾഫ് വരുന്നുണ്ട് അല്ലെ, ഭയസ് ഫ്ലോമാൻ വരുന്നുണ്ട്, അതുപോലെ കാൻഡബറി ടെയിൽസ് വരുന്നുണ്ട് അല്ലെ, ചോസറിന്റെ അല്ലെ 24 ടെയിൽസ്, ലൈക്ക് വേഴ്സ് പ്ലസ് പ്രോസ് എന്നുള്ള രീതിക്ക് 24 ടെയിൽസ് ആണ് വരുന്നത്. അതുപോലെ എലിട്രേറ്റീവ് വേഴ്സ് ആണ് ആ സമയത്ത് ഉള്ള വർക്ക്സിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ജനറൽ ഫീച്ചേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ പീരീഡ്, അതുപോലെ ആ പീരീഡിൽ വന്നിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇപ്പൊ ചോസറിന്റെ കാൻഡബറി ടെയിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, എസ്പെഷ്യലി പ്രിഫേസ് ടു കാൻഡബറി, ഐ മീൻ പ്രൊലോഗ് ടു കാൻഡബറി ടെയിൽസ്. ഓക്കെ, അപ്പൊ അത് പ്രൊലോഗിൽ വരുന്ന ആളുകളെയൊക്കെ നമുക്ക് അറിയണം, അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അറിയണം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായി ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. അതുപോലെ റിനൈസൻസ് ആൻഡ് എലിസബത്തൻ പീരീഡ് എന്ന് പറയുമ്പോൾ അത് 1485 to 1660 ആണ്. അവിടെ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണ്? സിഡ്നിയുടെ അപ്പോളജി ഫോർ പോയട്രി വരുന്നുണ്ട് അല്ലെ, അതുപോലെ സ്പെൻസറുടെ ഫെയറി ക്വീൻ വരുന്നുണ്ട്, പ്രോത്തലാമിയൻ വരുന്നുണ്ട് അല്ലെ, മർലോ വരുന്നുണ്ട് അല്ലെ, ക്രിസ്റ്റഫർ മർലോ വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഷേക്സ്പിയറിന്റെ ഫസ്റ്റ് ഫോളിയോ വരുന്നുണ്ട് അല്ലെ. അത് എങ്ങനെയാണ് ഹെമിഞ്ചസും കോണ്ടലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയണം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് റിനൈസൻസ് പീരീഡിൽ, അതുപോലെ എലിസബത്തൻ പീരീഡ് റിലേറ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ വരുന്നത് റിസ്റ്റോറേഷൻ പീരീഡും 18th സെഞ്ചുറി ആണ്. അപ്പൊ അവിടെ 1660 to 1785 എന്നുള്ള കാലഘട്ടമാണ്. അവിടെ വരുന്ന ആളുകൾ ഡ്രൈഡനും പോപ്പും സ്വിഫ്റ്റും ഒക്കെയാണ് അല്ലെ. യെസ്, ഇപ്പൊ ഡ്രൈഡന്റെ മാക്ഫ്ലെക്നോ, അതുപോലെ മാക്ഫ്ലെക്നോയിൽ അഗസ്റ്റാന്ന് ഉള്ള ആ ഒരു റെഫറൻസ് വരുന്നുണ്ടല്ലോ, അത് ഏത് ലൈക്ക് സിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അഗസ്റ്റ ശരിക്കും ലണ്ടനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് പഠിക്കണം. ലൈക്ക് വൈസ് കോൺഗ്രീവിന്റെ ചോക്ലേറ്റ് ഹൗസ്, അതുപോലെ സ്വിഫ്റ്റ്, പോപ്പ് അല്ലെ, ലൈക്ക് ഫീൽഡിംഗ്, ജോൺസൺ, ഇത്തരത്തിലുള്ള റൈറ്റേഴ്സ് ഒക്കെയാണ് അവിടെ കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇനി റൊമാൻറ്റിക് പീരീഡിലോട്ട് പോകുന്ന സമയത്ത് 1785 മുതൽ 1830 വരെയാണ് എന്നുള്ളത് നമുക്കറിയാം. സോ അവിടെ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ലാതെ നമ്മൾ പഠിക്കേണ്ട ആളുകളാണ് വേർഡ്സ്വർത്തും കോൾറിഡ്ജും കീറ്റ്സും ബൈറണും ഷെല്ലിയും സ്കോട്ടും ഒക്കെ. ഓക്കെ, സ്കോട്ടിന്റെ വേവേർലി അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അതിന്റെ ഇയർ നമുക്കറിയണം, 1814 ആണ്. അതുപോലെ വിക്ടോറിയൻ പീരീഡിലോട്ട് പോകുന്ന സമയത്ത് 1830 to 1901 വരെയാണ് അല്ലെ. അവിടെ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിരവധി റൈറ്റേഴ്സ് ഉണ്ട് അല്ലെ. ചാൾസ് ഡിക്കൻസ് വരുന്നുണ്ട് അല്ലെ, ഹാർഡി അല്ലെ, അതുപോലെ ടെന്നിസൺ, ബ്രൗണിങ്, അതുപോലെ ആ സമയത്ത് ഗ്രേറ്റ് എക്സിബിഷൻ 1851 അല്ലെ, റിലേറ്റഡ് ആയിട്ട് വരുന്ന ഹൈഡ് പാർക്ക്, അതുപോലെ ഓക്സ്ഫോർഡ് മൂവ്മെന്റ്, ഇതൊക്കെയാണ് വിക്ടോറിയൻ പീരീഡിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ മോഡേൺ ആൻഡ് കണ്ടംപററി പീരീഡിലോട്ട് വരുമ്പോൾ 1901 മുതൽ പ്രസന്റ് എറാ വരെയുള്ളതാണ് അല്ലെ, പ്രസന്റ് ടൈം വരെയുള്ളതാണ്. അവിടെ വരുന്നത് മോഡേണിസം, പോസ്റ്റ് മോഡേണിസം ഒക്കെ അവിടെ വരുന്നു അല്ലെ. സോ ജെയിംസ് ജോയ്സ്, വിർജീനിയ വുൾഫ്, ടി.എസ്. എലിയറ്റ് അല്ലെ, ഓഡൻ, ബെക്കറ്റ്, ലെസ്സിങ് അല്ലെ, ഡോറിസ് ലെസ്സിങ്, അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ നമ്മൾ അവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ ജെ ഡി സ്കോട്ട് ലൈക്ക് പറഞ്ഞ ആ ഒരു കൊണ്ടുവന്ന ആ ഒരു മൂവ്മെന്റ് പോയട്രി എന്ന് പറയുന്ന ഒരു ടേം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അതുപോലെ ഇവിടെ നമ്മൾ തീർച്ചയായും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളിൽ 1 ഷേക്സ്പിയർ ആണ്, 2 മിൽട്ടൺ ആണ്, 3 റെസ്റ്റോറേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഷേക്സ്പിയർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. എസ്പെഷ്യലി ഹിസ് ഫസ്റ്റ് ഫോളിയോ, അതുപോലെ അദ്ദേഹത്തിന്റെ വർക്ക്സ് ആയിട്ടുള്ള ഹാംലെറ്റ്, മറ്റുള്ള ട്രാജഡീസ് ഒക്കെ നമ്മൾ അവിടെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഫോളിയോ ആരാണ് പബ്ലിഷ് ചെയ്തത് എന്ന് ചോദിക്കാം, ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തതെന്ന് ചോദിക്കാം, ആ സമയത്ത് അതിന്റെ ടൈറ്റിൽ എന്തായിരുന്നു എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, അതുപോലെ ഹാംലെറ്റിൽ വരുന്ന ഒരു പെർട്ടിക്കുലർ ഡയലോഗ്, ഹൗ റെച്ചഡ് റാഷ് ഇൻട്രൂഡിങ് ഫൂൾ, ഓക്കെ, അത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കാം. ഓക്കെ, അതുപോലെ റിമെമ്പറൻസ് ഓഫ് തിങ്സ് പാസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഏത് സോണറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഷേക്സ്പിയർ റിലേറ്റഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ മിൽട്ടനെ കുറിച്ച് പറയുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ പാരഡൈസ് ലോസ്റ്റ് അല്ലെ പഠിച്ചിരിക്കണം അല്ലെ. ജസ്റ്റിഫൈ ദ വേസ് ഓഫ് ഗോഡ് ടു മെൻ, അത് ബുക്ക് 1 വരുന്നു അല്ലെ. ആ കോൺസെപ്റ്റ് ആണ്, ആ കോൺസെപ്റ്റിലാണ് പാരഡൈസ് ലോസ്റ്റ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ
അറിഞ്ഞിരിക്കണം. അതുപോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഗോബഡുക്ക് എന്ന് പറയുന്നത് 1561 വരുന്ന ഫസ്റ്റ് ബ്ലാങ്ക് വേഴ്സ് ഇംഗ്ലീഷ് പ്ലേ ആണ് അല്ലെ. അതുപോലെ കോൺഗ്രീവിന്റെ വേ ഓഫ് ദ വേൾഡ് ഓപ്പൺസ് ഇൻ എ ചോക്ലേറ്റ് ഹൗസ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ ഡ്രൈഡന്റെ മാക്ഫ്ലെക്ടോനെ കുറിച്ച്, സാമുവൽ പെപ്പയെ കുറിച്ച്, അതുപോലെ റൈവൽസ് എന്ന് പറയുന്ന ലൈക്ക് ഷെറീഡന്റെ വർക്കിനെ കുറിച്ച്, ഓക്കെ 18th സെഞ്ച്വറി ഏജ് ഓഫ് എൻലൈറ്റൻമെന്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത് എന്നത്. അതുപോലെ തോമസ് ഗ്രേയുടെ എലിജി, ഓക്കെ അതിൽ എത്ര സ്റ്റാൻസാസ് ഉണ്ടായിരുന്നു, ഓക്കെ അത് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഓക്കെ പേഴ്സിയുടെ റെലിക്വസ് അത് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡച്ചസ് ഓഫ് നോർത്തംബർലാൻഡ് ആൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്, പേഴ്സിയുടെ വർക്ക് ഏതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഷേക്സ്പിയറും മിൽട്ടണും റെസ്റ്റോറേഷൻ പീരീഡും ഒക്കെ കൃത്യമായി നോട്ട് ചെയ്യണം. എസ്പെഷ്യലി ഷേക്സ്പിയർ, മിൽട്ടൺ പോലെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സിന്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി വിക്ടോറിയൻ ആൻഡ് മോഡേൺ ലിറ്ററേച്ചറിലോട്ട് പോകുന്ന സമയത്ത് അവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ക്യാരക്ടർ ആൻഡ് വർക്ക്സ് മാപ്പിംഗിലാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം വിക്ടോറിയൻ പീരീഡിലൊക്കെ ഒരുപാട് വർക്ക്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പഠിച്ചു വെക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഏതാണ് വർക്ക്, ആ വർക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് അവിടെ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയലോഗ്സ് വരുന്നുണ്ടോ, ഓക്കെ സാധാരണ കോട്ട് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഡയലോഗ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം ഇവിടെ ക്രിസ്മസ് കെരോൾ എന്നുള്ള ഡിക്കൻസിന്റെ വർക്ക് അല്ലെ, അതില് എബ്നസീർ സ്ക്രൂജ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ആള് മൈസറിന്റെ സിനണിം ആയിട്ടാണ് വരുന്നത്, പിശുക്കൻ. ഓക്കെ, ഒരിക്കലും പണം ചെലവഴിക്കാത്ത ആള്. ഓക്കെ, അതുപോലെ കാന്തപുരയില് രാജാറാവുന്റെ അല്ലെ, കാന്തപുരയിലെ നരേറ്റർ ആയിട്ട് വരുന്ന ആരാണ്, അച്ചക്ക എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഓക്കെ, അതില് മൂർത്തിയാണ് പ്രൊട്ടഗണിസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തില് നരേറ്ററും പ്രൊട്ടഗണിസ്റ്റും മാറിപ്പോവാനായിട്ടുള്ള സാധ്യതകളുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അതുപോലെ ഗോൾഡൻ നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഡോറിസ് ലെസ്സിങ്ങിന്റെ വർക്കിൽ അന്ന വുൾഫ് ആരാണ് എന്നുള്ള ചോദ്യം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ. സ്കാർലെറ്റ് ലെറ്ററിലെ നരേറ്ററുടെ ലൈക്ക് പ്രൊഫഷൻ എന്തായിരുന്നു. മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജില് ലൈക്ക് ഹാർഡി ഒരു പെർട്ടിക്കുലർ വൈഫ് സെല്ലിംഗ് സീന് കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. അതുപോലെ ദ പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ എന്ന് പറയുന്ന ലൈക്ക് ദ ആർട്ട് ഓൾ ആർട്ട് ഈസ് ക്വൈറ്റ് യൂസ്ലെസ് എന്ന് ഓസ്കർ വൈൽഡ് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കൊട്ടേഷൻ ഇറ്റ് ഈസ് വെരി ഫേമസ്. അതുപോലെ ദ റിമെയിൻസ് ഓഫ് ദ ഡേ എന്ന് പറയുന്ന ലൈക്ക് കജോ ഇഷിഗുരോയുടെ ഒരു വർക്കില് അദ്ദേഹത്തിന് ബുക്കർ പ്രൈസ് കിട്ടുന്നുണ്ട് 1989. ഓക്കെ, ദ റിമെയിൻസ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കാം, ഓക്കെ കജോ ഇഷിഗുരോയുടെ ബുക്കർ പ്രൈസ് നേടിയ 1989 ബുക്കർ പ്രൈസ് നേടിയ വർക്ക് ഏതാണ് എന്ന് ചോദിക്കാം. അപ്പൊ നമുക്കറിയണം ദ റിമെയിൻസ് ഓഫ് ദ ഡേ ആണ് എന്നുള്ളത്. അതുപോലെ ജോൺ ഓസ്ബന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെ ആ ഒരു വർക്ക് ലുക്ക് ബാക്ക് ഇൻ ആങ്കർ എന്ന് പറയുന്നത്, അത് ഏത് വർഷമാണ് സ്റ്റേജ് ചെയ്തത് എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, അതുപോലെ നാഗമണ്ഡല അല്ലെ, അതിന്റെ സബ് ടൈറ്റിൽ എന്താണ് എന്നുള്ളത് ചോദിക്കാം അല്ലെ. അത് പ്ലേ വിത്ത് കോബ്ര എന്നുള്ളതാണ് അല്ലെ. അത് പ്ലേ വിത്ത് പ്ലേ എന്നുള്ള രീതിക്കാണ് വരുന്നത്. ഗിരീഷ് കർണാടാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ദ ഗോൾഡൻ നോട്ട്ബുക്കിന്റെ കേസ്, അതില് 5 നോവൽസ് വരുന്നുണ്ട് അല്ലെ. ചിൽഡ്രൻ ഓഫ് വയലൻസ് എന്നുള്ള കോൺസെപ്റ്റ് ഇപ്പൊ ഡോറിസ് ലെസ്സിങ്ങിന്റേതാണ്. എന്താണ് ആ ഗോൾഡൻ നോട്ട്ബുക്കിന്റെ സിഗ്നിഫിക്കൻസ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വിക്ടോറിയൻ ആൻഡ് മോഡേൺ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ വിക്ടോറിയൻ പീരീഡിൽ വരുന്ന വർക്ക്സ് ആണെങ്കിലും മോഡേൺ പീരീഡിൽ വരുന്ന വർക്ക്സ് ആണെങ്കിലും നമ്മൾ അവിടെ ആ ഒരു പെർട്ടിക്കുലർ ബുക്ക് എടുക്കുക, അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഓതർ ആരാന്ന് നോക്കുക, അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയെന്ന് നോക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന തീംസ് അല്ലെങ്കിൽ കൊട്ടേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ഓക്കെ, സബ് ടൈറ്റിൽസ് ഉണ്ടെങ്കിൽ അതുകൂടി നമ്മൾ നോക്കി വെക്കുക. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ വേൾഡ് ആൻഡ് ഇന്ത്യൻ ലിറ്ററേച്ചറിലോട്ട് പോകുന്നു. അവിടെ വരുന്നത് അമേരിക്കൻ, അതുപോലെ കോമൺവെൽത്ത്, പോസ്റ്റ് കൊളോണിയൽ, ദളിത്, ഇന്ത്യൻ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ലൈക്ക് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അതില് അമേരിക്കൻ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മേർഡേഴ്സ് ഇൻ ദ ര്യൂമോ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വർക്ക് ഉണ്ട്. അത് എഡ്ഗർ അലൻ പോന്റെ ആണ്. അത് ഫസ്റ്റ് ഡിറ്റക്റ്റീവ് സ്റ്റോറി എന്നുള്ള രീതിക്കാണ് വരുന്നത്. ഓക്കെ, അതുപോലെ ചോദിക്കാം മാർക്ക് ട്വെയിന്റെ ശരിയായിട്ടുള്ള പേരെന്താണ്? അത് സാമുവൽ ക്ലെമൻസ് എന്നുള്ളതാണ് അല്ലെ. ലൈക്ക് വൈസ് the land was ours before we were the lands എന്നുള്ള കൊട്ടേഷൻ വരുന്നത് ഏത് ലൈക്ക് വർക്കിലാണ് എന്ന് ചോദിക്കാം. അത് റോബർട്ട് ഫ്രോസ്റ്റിന്റെ ദ ഗിഫ്റ്റ് ഔട്ട് റൈറ്റിലാണ്.
ഓക്കെ. അതുപോലെ ദ കളർ പേർപ്പിൾ എന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെ ആലീസ് വോക്കറുടെ നോവൽ ഏത് ടൈപ്പ്, ഏത് ജോണർ ആണ് എന്ന് ചോദിക്കാം. അത് എപ്പിസ്റ്റോളറി നോവലാണ്. അതുപോലെ ചിന്നു എച്ചബയുടെ ആഫ്രിക്കൻ ട്രിലോജി അല്ലെ, അതിൽ വരുന്ന വർക്ക്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. തിങ്സ് ഫാൾ അപ്പാർട്ട്, നോ ലോങ്കർ അറ്റ് ഈസ് ആൻഡ് ആരോ ഓഫ് ഗോഡ് അല്ലെ. അതുപോലെ റോസ് എന്ന് പറയുന്നത് ഡെറക് വാൾക്കോട്ടിന്റെ എപ്പിക് പോം ആണ് എന്നുള്ളത് നമ്മൾ അറിയണം. ഓക്കെ. അതുപോലെ ന്യൂഗീവ തിയോഗോ അദ്ദേഹത്തിന്റെ ഡെബ്യൂ നോവലാണ് വീപ് നോട്ട് ചൈൽഡ് എന്ന് പറയുന്നത്. ഇനി ഫ്രാൻസ് ഫാനനെ നമുക്കറിയാം അല്ലെ, അദ്ദേഹം ഹി വാസ് എ ബ്രില്യൻ റൈറ്റർ, ഫിലോസഫർ. അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ആളൊരു സൈക്യാട്രിസ്റ്റ് ആയിരുന്നു. ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ മിഖേൽ ഒൻഡാച്ചെ, ഓക്കെ, ആളുടെ അനിൽസ് ഗോസ്റ്റ് എന്ന് പറയുന്ന വർക്ക്, അത് ശ്രീലങ്കൻ സിവിൽ വാർ റിലേറ്റഡ് ആയിട്ടുള്ള ആ ബ്രൂട്ടാലിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വർക്കാണ് അനിൽസ് ഗോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ സാലി മോഗൻ അല്ലെ, ഒരു ഓസ്ട്രേലിയൻ ഓത്തറാണ്. അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് മൈ പ്ലേസ് എന്ന് പറയുന്നത്. അതുപോലെ തസ്ലിമ നസ്റിന്റെ ആ ഒരു ഫസ്റ്റ് വോളിയം ഓഫ് ഹർ ഓട്ടോബയോഗ്രഫി, അതിന്റെ പേരാണ് അമർ മേബെല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈ ഗേൾഹുഡ് എന്നുള്ളതാണ്. അതുപോലെ നയൻതാര സങ്കൽ, ഓക്കെ, അവരുടെ റിച്ച് ലൈക്ക് അസ് എന്ന് പറയുന്ന ഒരു വർക്കിന് സാഹിത്യ അക്കാദമി അവാർഡ് 1986 കിട്ടിയിട്ടുണ്ട്. തോംസൺ ഹൈവേയുടെ ദ റെഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന വർക്ക് ആക്ച്വലി ഒരു പ്ലേ ആണ്, അല്ലാതെ ഒരു നോവൽ അല്ല. അപ്പൊ ഇത്തരത്തില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ്, ഓക്കെ, അമേരിക്കൻ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഫസ്റ്റ് ഡിറ്റക്റ്റീവ് സ്റ്റോറി പോലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജോണർ റിലേറ്റഡ് ആയിട്ട് ആദ്യമായിട്ട് വന്ന ഒരു കാര്യം എന്നുള്ള രീതിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ റൈറ്റേഴ്സിന്റെ റിയൽ നെയിംസ് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ അവരുടെ ഓട്ടോബയോഗ്രഫീസ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഓട്ടോബയോഗ്രഫീസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയണം. അതുപോലെ ട്രിലോജി ആരുടെയെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ചിന്നു അച്ചബിയുടെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രിലോജി ഏതെങ്കിലും ഉണ്ട് എന്നുള്ള സീരീസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കി വെക്കണം. അതുപോലെ എപ്പിക് പോം, അതുപോലെ പ്ലേ റിലേറ്റഡ് ആയിട്ട് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ നോട്ട് ചെയ്യണം. അതുപോലെ കൃത്യമായിട്ടുള്ള റെക്കഗ്നിഷൻസ് കിട്ടിയിട്ടുള്ള വർക്ക്സ് അതും നമ്മൾ ഫോക്കസ് ചെയ്യണം. ഓക്കെ. ഇനി ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷും അതുപോലെ ദളിത് ലിറ്ററേച്ചറും, അപ്പൊ ഇതിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഇന്ത്യൻ പോയട്രി റിലേറ്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നിസിം എസെക്കിയലിനെ കുറിച്ച് അറിയണം, AK രാമാനുജനെ കുറിച്ച് അറിയണം, ജോൺ മൊറേസിനെ കുറിച്ച് അറിയണം. അതുപോലെ ശ്രീ അരബിന്ദോ, സരോജിനി നായിഡു, ഇവരൊക്കെ ഇന്ത്യൻ പോയട്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളാണ് അല്ലെ. ഇപ്പൊ നിസിം എസെക്കിയലിന്റെ ആണെങ്കിൽ നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയൻ, ബാക്ക്ഗ്രൗണ്ട് കാഷ്വലി, അതുപോലെ AK രാമാനുജന്റെ സ്ട്രൈഡേഴ്സ് അല്ലെ, റിലേഷൻസ്, സെക്കൻഡ് സൈറ്റ്, ബ്ലാക്ക് ഹെൻ, ആ ഒരു കോൺസെപ്റ്റ്. അതുപോലെ ഡോം മോറിസ്, ആളുടെ ആ ബിഗിനിങ് എന്ന് പറയുന്ന വർക്ക് അല്ലെ, ആൾക്കാണ് ഹാത്തർഡൻ പ്രൈസ് 1957 കിട്ടിയിട്ടുള്ളത്. അതുപോലെ റൂബിൻഡോയുടെ ഫ്യൂച്ചർ പോയട്രി, ഓക്കെ, ആര്യ എന്ന് പറയുന്നതിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള ഫ്യൂച്ചർ പോയട്രി അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ്. അതുപോലെ സരോജിനി നായിഡുയുടെ ദി ബ്രോക്കൺ വിങ് അല്ലെ, സോങ്സ് ഓഫ് ലവ്, ഡെത്ത് ആൻഡ് ഡെസ്റ്റിനി. ഓക്കെ, സരോജിനി നായിഡുവിനെ കുറിച്ച് പറയാനില്ല അല്ലെ, അവരുടെ എല്ലാ പോംസും വളരെ ഫേമസ് ആണ്. ഇനി ഇന്ത്യൻ ഫിക്ഷനിലോട്ട് പോകുന്ന സമയത്ത് അരുന്ധതി റോയ് നമുക്ക് ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത വ്യക്തിയാണ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അല്ലെ, 1997 അവർക്ക് അതിലും ബുക്ക് പ്രൈസ് കിട്ടുന്നുണ്ട്. അതുപോലെ റോഹിൻടൺ മിസ്ട്രി, ആളുടെ കോമൺവെൽത്ത് റൈറ്റേഴ്സ് പ്രൈസ് കിട്ടിയ അല്ലെ ഒരു റൈറ്റർ ആണ് റോഹിൻടൺ മിസ്ട്രി. ദെൻ സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ, ഓക്കെ, ബുക്കർ ഓഫ് ബുക്കേഴ്സ് കിട്ടിയ ഒരു വർക്കാണ് മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ എന്ന് പറയുന്നത്, ചോദിക്കാം. അതുപോലെ RK നാരായൺ അല്ലെ, അദ്ദേഹത്തിന്റെ സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, ഗൈഡ് പോലെയുള്ള വർക്ക്സ്. ഓക്കെ. അതുപോലെ രാജാറാവുയുടെ കാന്തപുര അല്ലെ, കാന്തപുരയിലെ നരേറ്റർ ആണ് ആര്, അച്ചക്ക, ഇസ്ന്റ് ഇറ്റ്. അപ്പം രാജാറാവു, കാന്തപുര, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഓക്കെ ഫിക്ഷൻ, ഇന്ത്യൻ ഫിക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന റൈറ്റേഴ്സും അവരുടെ വർക്ക്സും അവർക്ക് എന്തെങ്കിലും റെക്കഗ്നിഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ നോക്കി വെക്കണം. ദളിത് ലിറ്ററേച്ചറിലോട്ട് കടക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏതാനും വർക്ക്സ് ഉണ്ട് അല്ലെ. കർമ്മഷി എന്ന് പറയുന്ന ശരൺകുമാർ ലിംബാലയുടെ ഓട്ടോബയോഗ്രഫി അല്ലെ, മറാത്തിയിൽ എഴുതിയ ഓട്ടോബയോഗ്രഫിയാണ്. അതുപോലെ ബാലുട്ട എന്ന് പറയുന്ന ഫസ്റ്റ് ദളിത് ഓട്ടോബയോഗ്രഫി, ഓക്കെ, മറാത്തിയിലാണ് അതും പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓം പ്രകാശ് വാത്മീകിയുടെ ജൂതൻ, ഓക്കെ, ജൂതൻ എന്ന് പറയുന്ന വർക്ക്. അതുപോലെ സാവിത്രിബായി ഫുലെയെ കുറിച്ച് നമുക്ക് അറിയണം. അവരാണ് 1848 ഗേൾസിന് വേണ്ടി സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ നംദിയോ ദസാൽ അല്ലെ, അവരുടെ പോയറ്റ് ഓഫ് ദ അണ്ടർവേൾഡ് എന്ന് പറയുന്ന വർക്ക്, ഓക്കെ, അതും മറാത്തിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അത് ദിലീപ് ചിത്രയാണ് പിന്നീട് 2007 ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദളിത് ലിറ്ററേച്ചറിൽ വരുന്ന വർക്ക്സ്, അവ ആരൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ.
റൈറ്റ്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തോട്ട് പോകുന്നു, ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ലാംഗ്വേജ് സ്റ്റഡി. അവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സിനെ കുറിച്ചും ഫൊണോളജി, മോർഫോളജി, സെമാന്റിക്സ് പോലെയുള്ള സെഗ്മെന്റേഷനെ കുറിച്ചുമാണ്. ഓക്കെ, അപ്പൊ അവിടെ ലിംഗ്വിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കീ കോൺസെപ്റ്റ്സും ടേംസും നമ്മൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് ഐഡിയലക്ട്, എന്താണ് സോഷ്യലക്ട്, എന്താണ് ഡൈഗ്ലോസിയ, ഗ്രിംസ് ലോ, വേർണേഴ്സ് ലോ, ലാങ്, പെരോൾ പോലെയുള്ള കോൺസെപ്റ്റ്സ്, അതുപോലെ സൈക്കോപേഷ്യൻ, ഓക്കെ, ആലമോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡാനിഷ് ഇൻഫ്ലുവൻസ്, ഓക്കെ, അതായത് ലിംഗ്വിസ്റ്റിക്സിലോട്ട് വരുന്ന സമയത്ത് ഡാനിഷ് ഇൻഫ്ലുവൻസ് എങ്ങനെ വരുന്നു, ഓക്കെ, ലൈക്ക് പോർട്ട്മാൻഡിയോ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് എക്സാമ്പിൾസ് എന്തൊക്കെ വരും, അതുപോലെ മെറ്റാ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ, അതുപോലെ ബാക്ക് ഫോർമേഷൻ എങ്ങനെ, ബാക്ക് ഫോർമേഷനിൽ വരുന്ന ഒരു വാക്കിന് എക്സാമ്പിൾ ഏത് വരും, ഓക്കെ, റിസിപ്റ്റ് പ്രൊനൗൺസിയേഷൻ, RP അല്ലെ, റിസിപ്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെന്റം ആൻഡ് സേറ്റം ഗ്രൂപ്പ്സ്, ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ലിംഗ്വിസ്റ്റിക്സിന്റെ ഭാഗത്ത് പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ളത്. ഇവയൊക്കെ ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണിത്. ഇനി നമ്മൾ ELTയിലോട്ട് പോകുന്നു. അവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് മെത്തേഡ്സും ഇവാലുവേഷനും അതുപോലെ ബ്ലൂംസ് ടാക്സോണമി പോലെയുള്ള കോൺസെപ്റ്റ്സ് ഒക്കെയാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ELT റിലേറ്റഡ് ആയിട്ട് വരുന്ന ടീച്ചിങ് മെത്തേഡ്സും അതുപോലെ കീ ടേംസും ആണ്. സോ നമുക്ക് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിനെ കുറിച്ച് അറിയണം, ഡയറക്റ്റ് മെത്തേഡിനെ കുറിച്ച് അറിയണം, ഓഡിയോ ലിംഗ്വൽ അല്ലെ, അത്തരത്തിലുള്ള ടീച്ചിങ് മെത്തേഡ്സ്, ELT റിലേറ്റഡ് ആയിട്ട് വരുന്ന ടീച്ചിങ് മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് അറിയണം അല്ലെ. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിന് റെസ്പോൺസ് എന്നുള്ള രീതിക്കാണ് ഡയറക്റ്റ് മെത്തേഡ് വരുന്നത് അല്ലെ. ഓഡിയോ ലിംഗ്വൽ മെത്തേഡിലാണെങ്കിലോ റിപ്പിറ്റേഷൻ ഡ്രിൽസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സ്കിന്നറിന്റെ ഒപ്പാരന്റ് കണ്ടീഷനിങ് അല്ലെ, ഒപ്പറാന്റ് കണ്ടീഷനിങ് അതെങ്ങനെയാണ് ലൈക്ക് ഓഡിയോ ലിംഗ്വൽ മെത്തേഡിൽ കണക്റ്റഡ് ആയിട്ട് വരുന്നത്, ഓക്കെ. അതുപോലെ സിറ്റുവേഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ ഓറൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെ, ഓക്കെ. അതുപോലെ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് ഇമ്പോർട്ടന്റ് ആണ്, CLL, ഓക്കെ. കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗിൽ ടീച്ചറുടെ റോള് എന്താണ്, ഓക്കെ. അതുപോലെ സൈലന്റ് വേ എന്ന് പറയുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന വ്യക്തി ആരാണ് അല്ലെ, കാലം ഗെറ്റെഗ്നോ ആണ്. സോ അവിടെ കളേർഡ് റോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. കളേർഡ് റോഡ്സ് തൊട്ട് മുന്നേ നടന്ന സെറ്റ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്, കളേർഡ് റോഡ്സ് യൂസ് ചെയ്യുന്ന ലൈക്ക് ആ ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ച്, ആ ഒരു ടീച്ചിങ് മെത്തേഡ് ഏതാണ് എന്നുള്ളത്, ഓക്കെ. അപ്പൊ സൈലന്റ് വേ ആണ്. അതുപോലെ സജസ്റ്റോപീഡിയ എന്ന് പറയുന്നത് എന്താണ്, അത് ആരാണ് കൊണ്ടുവന്നത് ആ ഒരു കോൺസെപ്റ്റ്, ഓക്കെ. അതുപോലെ കോൾ എന്നുള്ളതിന്റെ പൂർണ്ണ രൂപം എന്താണ്, അത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലാംഗ്വേജ് ലേണിംഗ് ആണ് അല്ലെ. അപ്പൊ അതിന് ഏത് തരത്തിലുള്ള ലൈക്ക് പ്ലാറ്റ്ഫോം ആണ് യൂസ് ചെയ്യുന്നത്, ഓക്കെ. അത് ഇൻസ്ട്രക്ടഡ് സെന്റേർഡ് ആണോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ വി നീഡ് ടു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഓക്കെ. അപ്പം ഫോർമാറ്റീവും സമ്മേറ്റീവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് അറിയണം. L1 ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയണം. മദർ ടങ് ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ. അതുപോലെ ബ്ലൂംസ് ടാക്സോണമി കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം, ഓക്കെ. അതിൽ വരുന്ന ഡിഫറെന്റ് സ്ട്രാറ്റാസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിയണം, ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ELT റിലേറ്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഇന്ത്യൻ പോളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ റീസെന്റ് ആയിട്ട് സെറ്റ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ നമുക്ക് അവിടെ സാൻസ്ക്രിറ്റ് ക്രിട്ടീക്സിനെ കുറിച്ച് അറിയണം, അതുപോലെ റസ, ധ്വനി പോലെയുള്ള കോൺസെപ്റ്റ്സും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ പോളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏതാനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളാണ് ലൈക്ക് ഭാമഹ, അതുപോലെ ആനന്ദവർദ്ധന, കുണ്ടക, വാമന, അഭിനവഗുപ്ത, ഭരത, ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, ഓക്കെ. അതുപോലെ ഔചിത്യ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള സ്ഫോട എന്ന് പറഞ്ഞാൽ എന്താണ്, ധ്വനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇന്ത്യൻ എസ്തെറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ്, കോൺസെപ്റ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ദണ്ഡി അല്ലെ, അദ്ദേഹത്തിന്റെ കാവ്യരസ, ദെൻ ഭർതൃഹരി, ഓക്കെ. വാക്യപതിയുടെ ഓദറാണ് ഭർതൃഹരി. അതുപോലെ കാളിദാസന്റെ അല്ലെ കൃതിയാണ് മേഘദൂതം അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ഒരു ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഇപ്പം ഈ അടുത്തായിട്ട് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്, ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മളിവിടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്തു പോകുന്ന സമയത്ത് നമ്മൾക്ക് കൺഫ്യൂഷൻ വരാവുന്ന രീതിക്കുള്ള ചോദ്യങ്ങൾ കൂടി എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കണം. സോ ഡീഫെമിലിയറൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് വിക്ടർ സ്ലോസ്കിയെയാണ്, അല്ലാതെ റോമൻ ജക്കോബ്സിനെ അല്ല,
ഓക്കെ, റോമൻ ജക്കോബ്സൺ എന്താണ് ചെയ്തത്? പോയറ്റിക് ഫംഗ്ഷൻ ഫോർമുലേറ്റ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഡീഫെമിലിയറൈസേഷൻ ഈസ് റിലേറ്റഡ് ടു വിക്ടേഴ്സ്-ലോസ്കി എന്നുള്ളത് നമ്മൾ അറിയും. അതുപോലെ പ്രൈമറി ഇമാജിനേഷൻ കോൾറിഡ്ജു ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇറ്റ് ഇസ് ലിവിംഗ് പവർ ആൻഡ് പ്രൈം ഏജന്റ് ഓഫ് ഓൾ ഹ്യൂമൻ പെർസെപ്ഷൻ അല്ലെ. ഇനി കോമ്പീറ്റൻസും പെർഫോമൻസും അല്ലെ, ഈ രണ്ട് കോൺസെപ്റ്റ്സും ആരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്? നോം ചോംസ്കി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്, അല്ലാതെ സോഷറുമായിട്ട് റിലേറ്റഡ് അല്ല. സോഷറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണ്? ലാങ്ങും പരോളും ആണ്. ഓക്കെ, കമ്പീറ്റൻസും പെർഫോമൻസും ആരുമായിട്ട് റിലേറ്റഡ് ആണ്? നോം ചോംസ്കി ആയിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ പെഡഗോജിയുടെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ അത് പോളോ ഫ്രെയർ ആണ്. ഓക്കെ, അല്ലാതെ BF സ്കിന്നർ അല്ല. സ്കിന്നർ ബിഹേവിയറിസത്തിന്റെ ആളാണ് എന്നുള്ളത് നമ്മൾ അവിടെ ഓർക്കണം. ഓക്കെ, അതുപോലെ മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ ആരാന്ന് ചോദിച്ചാൽ അത് മാർട്ടിൻ ലൂതർ ആണെന്ന് പലരും പറയുന്നുണ്ട്. അല്ല, അത് ജോൺ വൈക്ലിഫ് ആണ്. ഓക്കെ, ഇനി കോഡ് സ്വിച്ചിങ് റിലേറ്റഡ് ആയിട്ട് പറയുന്ന സമയത്ത് കോഡ് മിക്സിംഗ് എന്ന് പറയുന്നതും കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് എന്നുള്ളത് നമ്മൾ അവിടെ മനസ്സിലാക്കണം. ഓക്കെ, എപ്പോഴും കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഷിഫ്റ്റിംഗ് ലാംഗ്വേജ് ബേസ്ഡ് ഓൺ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആണ്, അല്ലാതെ കോഡ് മിക്സിംഗ് അല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ കോൾ നമ്മൾ പറഞ്ഞു അല്ലെ, കമ്പ്യൂട്ടർ എയ്ഡഡ് അല്ലെ ലാംഗ്വേജ് ലേണിംഗ് ആണ്. അത് കോൾ അവിടെ വരുമ്പോൾ അതൊരിക്കലും ഇൻസ്ട്രക്റ്റഡ് സെന്റേർഡ് അല്ല. ഓക്കെ, ഇൻസ്ട്രക്റ്റഡ് സെന്റേർഡ് ആയിട്ടുള്ള ഒന്നല്ല കോൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് എ കോൾ ഫീച്ചർ എന്നുള്ളത് നമ്മൾ അവിടെ മനസ്സിലാക്കണം. അതുപോലെ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെ, അത് ആക്ച്വലി ദ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്ന് പറയുന്ന TS എലിയറ്റിന്റെ എസ്സേയിലാണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവരുന്നത്, അല്ലാതെ അദ്ദേഹത്തിന്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റിലല്ല. പലരും അത് കൺഫ്യൂസ്ഡ് ആയിട്ട് മാറി ആൻസർ മാർക്ക് ചെയ്യാറുണ്ട്. സോ TS എലിയറ്റിന്റെ എസ്സേ ആയിട്ടുള്ള ദ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു എസ്സേയിലാണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ വേർണേഴ്സ് ലോ പബ്ലിഷ് ചെയ്യുന്ന 1875 ഇതിന് മുന്നേ തന്നെ 1820 ഏത് വന്നിട്ടുണ്ട്? ഗ്രിംസ് ലോ വന്നിട്ടുണ്ട്. സോ ഗ്രിംസ് ലോ ആണ് ആദ്യം വന്നത്, പിന്നെയാണ് വേർണേഴ്സ് ലോ വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയണം. അതുപോലെ സേറ്റം ഗ്രൂപ്പ് അല്ലെ, അപ്പൊ ഷെക്കൊക്കെ എന്താ? ഓക്കെ, ഇനി സേറ്റം ഗ്രൂപ്പില് ഷെക്ക് ബിലോങ്സ് ടു സേറ്റം. ഓക്കെ, സെന്റത്തിൽ വരുന്ന ലാംഗ്വേജസ് ഏതൊക്കെയാണ്? ഗ്രീക്ക്, ലാറ്റിൻ, സെൽറ്റിക്, ജർമാനിക്, ഇതൊക്കെ സെന്റം ഗ്രൂപ്പിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാറ്റഗറൈസേഷൻ കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ സിങ്കപ്പേഷൻ അതുപോലെ ടെലിസ്കോപ്പിംഗ്. ഓക്കെ, ഇപ്പൊ സിങ്കപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലബിൾ നഷ്ടമാകുന്ന അവസ്ഥയാണ്. ടെലിസ്കോപ്പിംഗ് എന്ന് പറഞ്ഞാലോ ഫ്രേസ് കംപ്രസ് ചെയ്യുന്ന രീതിയാണ്. ഓക്കെ, അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം, അപ്പൊ ഇത്തരത്തില് ടേംസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചേഞ്ചസ് എന്തൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയണം. അതുപോലെ മെക്ഫ്ലെക്നോല് അഗസ്റ്റ എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ലണ്ടൻ, അല്ലാതെ റോമിനെ അല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചെടുക്കണം. എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. ഓക്കെ, കോമ്പീറ്റൻസും പെർഫോമൻസും എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? നോം ചോംസ്കി ആയിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പം ഗ്രിംസ് ലോ വന്നതിന് ശേഷമാണ് വേർണേഴ്സ് ലോ വരുന്നത്. അപ്പം കോളിന്റെ ഒരു ഫീച്ചർ അല്ല ഇൻസ്ട്രക്ടർ സെന്റേർഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ നോക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ കീ ഏരിയാസ് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ സെറ്റ് ഇംഗ്ലീഷിന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലോട്ട് എത്താനായിട്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസ്ണിംഗ്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഡു വെൽ. ഓക്കെ, ഹാപ്പി ലേണിംഗ്.